ഇന്ന് നമുക്ക് നെയ്യപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇത് അരിയൊന്നും അരക്കാതെ ഇൻസ്റ്റന്റ് ആയി ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. ഇത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. സെയിം കപ്പിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിനായിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. 2 അച്ച് ശർക്കരയിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ മാവ് കറക്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ്, നല്ല ചൂടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടി പോവും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം. ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്കിത് മറിക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം വെന്തിട്ട് ഉള്ളി വേവാതെ പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വാങ്ങി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ നെയ്യപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാവ് നല്ല പെർഫെക്റ്റായി കിട്ടാൻ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി തന്നെ ഒഴിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.